വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടുന്നവൻ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആദ്യം ചിന്തയിലടങ്ങ സിന്ധു സമാനവൻ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 31 സങ്കീർത്തനം 17 വാക്യം. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിക്കൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകരുത്. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. ദൈവത്തോടുള്ള സങ്കീർത്തകൻ്റെ ഒരു അപേക്ഷയാണ് ഈ വാക്യം. ലജ്ജയിൽ നിന്നുള്ള മോചനവും ദുഷ്ടന്മാരെ നിശബ്ദനാക്കുവാനുള്ള അപേക്ഷയും ഇവിടെ വെളിവാകുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിതനാകുകയില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കുമെന്നാണ് സങ്കീർത്തകൻ ഇവിടെ വിവരിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന വചനം ഉറപ്പ് നൽകുമ്പോൾ ദൈവമുഖം അന്വേഷിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. ദിനംപ്രതിയുള്ള ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രതിസന്ധികളിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ മറന്ന് നാം ജീവിച്ചാൽ നാം ലജ്ജിതരായിത്തീരും. പ്രിയ സ്നേഹിതരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ ദിനംപ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവനായി എന്നെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.